അപ്പൊ ഈ രാഷ്ട്രീയം ഇങ്ങനെയാണ്, പറയും തിരിഞ്ഞു. അപ്പോൾ ശരിക്കും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനും BJPയെ നശിപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്ലോട്ടാണ് ഹിന്ദു ടെറർ. അത് സംശയാതീതമായിട്ട് ഇപ്പോൾ തെളിഞ്ഞു. ആ കേസുകളുടെയൊക്കെ ഞാൻ പറഞ്ഞ നാന്ദേഡ് ഉൾപ്പെടെയുള്ള അതൊരു ഹിന്ദു ടെറർ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് 2004 അധികാരത്തിൽ വന്ന UPA RVS മണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോടതി വിധിയും അത് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിന്ദു ടെറർ ഉണ്ട് എന്ന് കൊണ്ടുവരുന്നത് തുടക്കം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം അണ്ടർ സെക്രട്ടറി ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് RVS മണി. മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കൃപാശങ്കറും ദിഗ്വിജയ് സിംഗും പുസ്തകം ഇറക്കിയിട്ടുണ്ട്. RSS കി സാജിഷ് 26/11 RSSന്റെ കരങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം 2020 കോൺഗ്രസ് വിട്ട് BJP എന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ ഇതിനകത്ത് കയറിക്കൂടുകയും അദ്ദേഹം 2024 ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് മുംബൈ റീജിയണൽ പുസ്തകം RSS ആണ് 26/11 ബ്ലാസ്റ്റിന് അയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നതും നമ്മൾ കണ്ടു. പക്ഷെ ജനം വിജയിപ്പിച്ചില്ലല്ലോ. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി, ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ്, ഒരു മഹാ അഴിമതി, അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല, ഒരു വമ്പൻ അഴിമതി പുറത്തു കൊണ്ടുവന്ന് തെളിവ് സഹിതം CAG റിപ്പോർട്ടിനെയൊക്കെ ആധാരമാക്കിക്കൊണ്ട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു മികച്ച ലേഖനം എഴുതി ഇന്ത്യ മുഴുവനും ചർച്ചയാക്കിയ ഒരു മാതൃകാ ജേർണലിസ്റ്റ്, വരും കാല തലമുറകൾക്ക് പഠിക്കാനുള്ളൊരു പാഠപുസ്തകം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ കുറഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് ഭാരത് ലൈവിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത്, ശ്രീ ഗോപികൃഷ്ണൻ. ഗോപിച്ചേട്ടാ നമസ്കാരം. ഭാരത് ലൈവിൽ ഞാൻ അതിഥിയല്ല, ഇവിടുത്തെ ശ്രീലാപിള്ളയുടെ ഭർത്താവ് കൂടെയാണെന്ന് പറയേണ്ട. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ എഡിറ്റർ ശ്രീലാപിള്ളയുടെ ഹസ്ബൻഡ് കൂടിയാണ് ഗോപിച്ചേട്ടൻ. ഗോപിച്ചേട്ടൻ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ മുമ്പും ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെ ആയിരുന്നു. ഇപ്പോൾ പൈനിയറിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹം ഒരു ആവശ്യം പ്രമാണിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു സന്ദർശനത്തിന് വരികയും എന്നാൽ പിന്നെ നമുക്കൊരു ചർച്ച ആയിക്കളയാം എന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മളോടൊപ്പം പങ്കുചേരുകയുമാണ്. ഗോപിച്ചേട്ടാ സ്വാഗതം. നമുക്ക് ഈ 2G സ്പെക്ട്രത്തെക്കുറിച്ചൊരു ലഘുവായ ഒരു സ്പെക്ട്രം ചരിത്രത്തിന്റെ താളുകളിൽ ഹൈക്കോടതിയുടെ അപ്പീൽ കിടക്കുകയാണ്. അത് വളരെ വൈകിയാണ് അത് പോകുന്നത്. കഴിഞ്ഞ 8 വർഷമായി അത് ഹൈക്കോടതിയിൽ ഇങ്ങനെ കിടന്ന് എഴയുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഈ പ്രോസിക്യൂഷനാണ്. ഇത് സ്പീഡപ്പ് ചെയ്യുന്നത് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സ്പീഡപ്പ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം നമ്മുടെ സംശയം പറയുന്നത് ശരിയല്ലേ, വളരെ ഡിലേഡ് ആണ്. ഈ അടുത്ത ആഴ്ചയോ മറ്റോ ആണ് ഫൈനൽ ആർഗ്യുമെന്റിന് തുടങ്ങേണ്ടത്. അത് ഫൈനൽ ആർഗ്യുമെന്റിന് തുടങ്ങാനായിട്ട് കഴിഞ്ഞ 2 വർഷമായി മാറി വരുന്നു. ഒരു ദിവസം അക്യൂസ്ഡ് പലതും കാണിക്കും. അക്യൂസ്ഡിന്റെ ലോയർ വന്നിട്ട് പറയും എൻ്റെ വക്കീലില്ല, ഒന്ന് മാറ്റിക്കൂടെ, അല്ലെങ്കിൽ ആ പേപ്പറില്ല. കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച CBIയുടെ വക്കീലില്ലായിരുന്നു. ഈ കേസ് അന്വേഷിച്ച CBIയുടെ വക്കീലില്ലാത്തതിൻ്റെ ദേഷ്യം അന്നത്തെ ഡെയിലി ഓർഡേഴ്സിൽ ജഡ്ജി കുറിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് ഇടക്ക് പറഞ്ഞിരുന്നത് ഡേ ടു ഡേ ഹിയറിംഗ് ആക്കി തീർക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ ഈ സംവിധാനത്തിൻ്റെ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ 12 വർഷമായി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് പരസ്യമുണ്ട്. ഞാനത് സോഷ്യൽ മീഡിയയിൽ ഞാനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്ന്, പ്രോസിക്യൂഷനിൽ എന്തൊക്കെ ചെയ്തു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈ പ്രൊഫൈലായിട്ടുള്ള അഴിമതി കേസുകളിൽ അവസ്ഥ എന്താണ് 12 വർഷമായിട്ട്. വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. കോടതികളിലത് അതിൻ്റെ പ്രോസിക്യൂഷൻ തീരുന്നില്ല. അത് എയർസെൽ മാക്സിസ് ആയാലും നാഷണൽ ഹെറാൾഡ് ആയാലും ഏത് കാര്യങ്ങളിലായാലും. ഇപ്പം നമ്മുടെ SNC ലെവലിന് ഉൾപ്പെടെ അത് SNC ലെവലിൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനകത്ത്
ആ കേസിനകത്തൊക്കെ ഉള്ള ഇപ്പോൾ കേജ്രിവാളിൻ്റെ കേസ് പോലെയാണ്. ട്രയൽ കോടതി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു, ഹൈക്കോടതി ശരിവെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് ഇനി എന്തിനാ ധൃതി പിടിക്കുന്നത്. ഇപ്പോൾ കേജ്രിവാളിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയാൽ ആ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന എവിടെ വെച്ചാണ്? തുടക്കം തൊട്ടേ ഈ ചാർജ് ഷീറ്റ് തെറ്റാണെന്ന് ജഡ്ജിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഡിസ്ചാർജ് വരുന്നത്. ട്രയൽ പോലും വരുന്നില്ല. എന്തായാലും നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ പാകപ്പിഴകൾ, സംവിധാനത്തിനുള്ളിലെ പാകപ്പിഴകൾ ഇതൊക്കെ റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. ഇരിക്കട്ടെ, ഞാൻ ഇന്ന് അങ്ങയോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഏതാണ്ട് ഈ 2006 ശേഷം 2010 ഉണ്ടായ ഒരു നരേറ്റീവാണ് ഹിന്ദു ടെറർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ, ആഭ്യന്തര മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി, അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ANIയുടെ എഡിറ്റർ സ്മിത പ്രകാശുമായിട്ട് നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഹിന്ദു ടെറർ ഉണ്ട് എന്ന് പറയാൻ തന്നെ നിർബന്ധിച്ചു. അന്നത്തെ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ആ സർക്കാരിന് പിന്നിലുണ്ടായിരുന്ന പാർട്ടിയും ഒക്കെ തന്നെ നിർബന്ധിച്ചു, അതിനുവേണ്ടി ശാരീരികമായിട്ട് പീഡിപ്പിക്കുക പോലും ചെയ്തു എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ചർച്ചയായില്ല. പക്ഷേ ഈ അഭിമുഖം ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവനും വൈറലായിരിക്കുകയാണ്. അങ്ങ് അല്ല, RVS മണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോടതി വിധിയും അത് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിന്ദു ടെറർ ഉണ്ട് എന്ന് കൊണ്ടുവരുന്നതിൻ്റെ തുടക്കം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം അണ്ടർ സെക്രട്ടറി, ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് RVS മണി. അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിപ്പോൾ കോടതി വിധിയിലോ അത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ രാഷ്ട്രീയം ഇങ്ങനെയാണ്, പറയും തിരിഞ്ഞു. ശരിക്കും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനും BJPയെ നശിപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്ലോട്ടാണ് ഹിന്ദു ടെറർ. അത് സംശയാതീതമായിട്ട് ഇപ്പോൾ തെളിഞ്ഞു. ആ കേസുകളുടെയൊക്കെ ഞാൻ പറഞ്ഞു, നാന്ദേഡ് ഉൾപ്പെടെയുള്ള അതൊരു ഹിന്ദു ടെറർ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് 2004 അധികാരത്തിൽ വന്ന UPA ഉദ്യോഗസ്ഥരോട് ഇദ്ദേഹത്തിന് നേരെ കൈ ചൂണ്ടുന്നു. ദിഗ്വിജയ് സിംഗ് പറയുന്നത് കേൾക്കാൻ പറയുന്നു. അപ്പം ദിഗ്വിജയ് സിംഗ് ചോദിക്കുന്നു, ഇപ്പോൾ കുറേ ബ്ലാസ്റ്റ് നടക്കുന്നുണ്ടല്ലോ, അതിനകത്ത് എന്തൊക്കെയാണ്? അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു നാന്ദേഡിൽ, അപ്പോൾ ഹേമന്ത് കർക്കറെ നാന്ദേഡിൽ മഹാരാഷ്ട്ര നടന്ന ഒരു ബ്ലാസ്റ്റ് ആരാണത് ചെയ്തത്, നിങ്ങളത് അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അത് ബ്ലാസ്റ്റ് അല്ലായിരുന്നു, ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയാണ്. അല്ല, അത് ആ ഫാക്ടറി നടത്തുന്നത് 2 RSകാരാണ്, സംഘത്തിലെ ആളുകളാണ്. അവർ എന്തോ നടത്തിയതിൻ്റെ ആണ് അത്. അതാണ് ആദ്യത്തെ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ 2 മാസം മുമ്പ് ആ കേസിലെ കോടതി വിധി വന്നു. CBI അന്വേഷിച്ചു ആ കേസ്. ആ കോടതി വിധി വരികയും CBI പിന്നീട് പറഞ്ഞ് ശരിവെക്കുകയും ചെയ്തുകൊണ്ട് കോടതി വിധി പറയുന്നുണ്ട് ഇതൊരു ഇൻഡസ്ട്രിയൽ ബ്ലാസ്റ്റ് ആയിരുന്നു. 2 മാസം മുമ്പ് വന്ന വിധി. ഇപ്പോഴും ആ മീഡിയ ഇന്ത്യയിൽ ആദ്യത്തെ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ് ആരംഭിച്ച കേസ് പലരും കാലം 2005 കേസ് 2026 വന്നു കഴിഞ്ഞാൽ ആരാണ് ഇത് ശ്രദ്ധിക്കുന്നത്? അല്ല, സത്യത്തിൽ നാന്ദേഡ് ബ്ലാസ്റ്റ്, പിന്നീട് നടക്കുന്ന മാലേഗാവ് ബ്ലാസ്റ്റിൽ തൊട്ടാണ് ഇത് കൂടുതൽ വരികയും നമ്മുടെ കേണൽ പുരോഹിത്തിനെ ഇൻവോൾവ്മെന്റ്, ശ്രീകാന്ത് പുരോഹിത്തിനെ കൊണ്ടുവരികയും സാധ്വി പ്രജ്ഞയെ വലിച്ചഴക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് അവരെയൊക്കെ കോടതി വിട്ടുകഴിഞ്ഞു. ഇതിനകത്ത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പല പല ഓപ്പറേഷനുകളുണ്ട്. ഇത് കോൺഗ്രസിനും അറിയാമായിരുന്നു. അതായത് ഈ ഇത്തരം കാര്യങ്ങളിൽ രഹസ്യാന്വേഷണ സംഘടനകളുടെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല, മിലിറ്ററി ഇന്റലിജൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് അന്ന് 2009 ഇലക്ഷൻ ഹിന്ദു ടെറർ വെച്ച് BJPയെ നശിപ്പിക്കുക എന്നുള്ള തിയറിയായിരുന്നു. അവരത് RSS സർസംഘചാലകനെ
ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കും ഇന്ന് വിളിപ്പിക്കും നാളെ വിളിപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കാൻ നിർത്തി. ശ്രമിച്ചു. പിന്നീട് ഈ അഴിമതി കേസുകൾ വന്നതോടെ അതിൻ്റെ ഊർജം പോവുകയും ഹിന്ദു ടെറർ എന്നുള്ളത് പിന്നീട് അത് റിവേഴ്സ് എഫക്റ്റ് വരികയും ചെയ്തു. ആദ്യം വന്ന വാർത്ത ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2009 യോഗി ആദിത്യനാഥിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു എല്ലാ വാർത്താ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ്. ഹിന്ദു ടെററിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു. അന്ന് യോഗി ആദിത്യനാഥ് സോഴ്സസ് പറഞ്ഞിട്ട് യോഗി ആദിത്യനാഥ് ടി വിയിൽ വന്ന് പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ എന്ന് പുള്ളി പറയുന്നു. അപ്പോൾ അന്ന് എന്തിന് മീഡിയയിൽ ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് മുംബൈ നവംബറിലെ 26 ബാർ ലെവലിൽ ഈ ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് RSS ആണ് ചെയ്തതെന്ന് പറഞ്ഞു. അജ്മൽ കസബിന്റെ കയ്യിൽ ഒരു ചുവന്ന ഇത് കണ്ടിട്ട് അത് നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും അമ്പലങ്ങൾ പോകുന്ന എല്ലാവരും അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സാധനമാണ്. കൽവ, കലിക, പല പല കാര്യം പറയാറുണ്ട്. കേരളത്തിൽ ഇടക്കാലത്ത് ഇത് കെട്ടിയാൽ വലിയ പ്രശ്നമായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ഇത് പോകുന്നത് അമ്പലങ്ങൾ പോകുന്നവർ വീണ്ടും ഇത് ചീത്തയാവും, ഇതിന്റെ അഴുക്കാവുമ്പം വീണ്ടും അതേ അമ്പലത്തിൽ പോകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഇത് അപ്പൊ ഇത് കെട്ടി അയാൾ ഹിന്ദു ടെററാണെന്ന് പറഞ്ഞ് നടന്നതാണ്, ഹിന്ദു RSS ആണെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ അന്നത്തെ മെയിൽ ടുഡേയിൽ വന്നതാണ്. പിറ്റേ ദിവസത്തെ ഇതെന്താണ് കയ്യിൽ ഹിന്ദുക്കൾ കെട്ടുന്നത്, ടെററിസ്റ്റിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ടെറർ. ദിഗ്വിജയ് സിംഗ് പുസ്തകം ഇറക്കി. അന്ന് മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കൃപാശങ്കർ ആ പുസ്തകം വന്നു. പക്ഷെ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നാണക്കേടുകളാണ്. കൃപാശങ്കർ 2024 BJPയുടെ സ്ഥാനാർത്ഥിയായി ഉത്തർപ്രദേശിൽ വരികയും മത്സരിക്കുകയും ചെയ്തു. പേയ്മെന്റ് സീറ്റാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ രാഷ്ട്രീയം ഇങ്ങനെയാണ്, പറയും തിരിഞ്ഞു. ശരിക്കും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനും BJPയെ നശിപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്ലോട്ടാണ് ഹിന്ദു ടെറർ. അത് സംശയാതീതമായിട്ട് ഇപ്പോൾ തെളിഞ്ഞു. ആ കേസുകളുടെ ഒക്കെ ഞാൻ പറഞ്ഞ നാന്ദേഡ് ഉൾപ്പെടെയുള്ള അതൊരു ഹിന്ദു ടെറർ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് 2004 അധികാരത്തിൽ വന്ന UPA 2009 ശക്തമായ രീതിയിൽ വരാനുള്ള ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് LK അദ്വാനി ആയിരുന്നല്ലോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഓപ്പോസിറ്റ് സൈഡിൽ. അദ്ദേഹം 2004 മുതൽ പ്രതിപക്ഷ നേതാവ്. അപ്പൊ അദ്വാനിയുടെ ഗ്രാഫും പൊളിറ്റിക്കൽ ഗ്രാഫും ഉയരുന്നു. അപ്പൊ തടുത്തു നിർത്താനായിട്ട് ഹിന്ദു ടെറർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത് അന്ന് ചിദംബരം ഉപയോഗിച്ച സാഫ്രൻ ടെറർ. പിന്നീട് ചിദംബരം ജയിലിലൊക്കെ പോയതിനു ശേഷം പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇത്രയും ദേഷ്യം അവർക്ക് ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. കാര്യം അന്ന് ഒരുപാട് ചിദംബരം നേരിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ്. ദിഗ്വിജയ് സിംഗ് ഇവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയി, എല്ലാവരും ഇൻവോൾവ് ആയിട്ട് ഈ ഒരു ടെറർ. നമുക്ക് RVS മണിയിലേക്ക് വരാം. അപ്പോൾ അന്ന് RVS മണി പറഞ്ഞിരിക്കുന്ന ആ കാര്യം ശരി, അദ്ദേഹത്തിന് പ്രഷറൈസ് ചെയ്ത് വെറും പ്രഷറൈസ് ചെയ്യായിരുന്നു. ശാരീരികമായി പീഡിപ്പിച്ചത് ഗുജറാത്ത് കേഡറിലുള്ള ഉണ്ടായിരുന്ന IPS ഓഫീസറാണ് സതീഷ്. അത് ചെയ്തത് സിഗരറ്റ് അദ്ദേഹത്തിന്റെ തുടയിൽ സാത്വികനായ ഒരു മനുഷ്യനെ ശരിക്കും പീഡിപ്പിക്കുകയായിരുന്നു. അയാൾ RVS മണിക്ക് പറയേണ്ടിയിരുന്നത് ഞാൻ മോദി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയാൻ മൊഴി കൊടുക്കാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. പക്ഷെ 2012-13 ഒക്കെ ആയപ്പോഴത്തേക്ക് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കൺട്രോൾ അങ്ങ് പോയി തുടങ്ങി. കറപ്ഷൻ ആന്റി കറപ്ഷൻ വേവ് ഒക്കെ വന്നതോടെ അവരെ പിന്നീട് അത് അതിന്റെ ശരിക്കും അന്ന് അങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ 2G സ്പെക്ട്രത്തിൽ തന്നെ തുടങ്ങിയത്. ഈ 2G സ്പെക്ട്രം, കോമൺവെൽത്ത്, കോൾഗേറ്റ്, ഇങ്ങനെ അഴിമതികളുടെ ഒരു പരമ്പര ഈ 2011 ശേഷം 2012 പുറത്തു വന്ന് തുടങ്ങുന്നത്. അത് 2013 ആയപ്പോൾ അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലായി. ശരിക്കും ഈ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ് ഇവർ അതിന് മുമ്പ് കൊണ്ടുവന്നത് വെറും ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി മാത്രമാണോ, അതോ ഈ അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി? അല്ലല്ല, അഴിമതി കഥകൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അഴിമതി കഥകൾ വന്നതോടെയാണ് ഗവൺമെന്റിനെതിരെ ഒരു വികാരം. അന്ന് ചിദംബരം, ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ഒരു പക്ഷം കൊണ്ടുവന്ന കഥയാണ് ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ അതിനൊരു എതിരുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് പലരും അത് ചെയ്യരുത്. ചിലരുടെയൊക്കെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ള മരിച്ചുപോയ അഹമ്മദ് പട്ടേലിനെ പോലെയുള്ളവർ അതിനെതിരായിരുന്നു. ഇത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും. അങ്ങനെയാണ് ഈ സോണിയ അഹമ്മദ് പട്ടേലുമായിട്ട് അകലുന്നത് പോലും അങ്ങനെയാണ്. അല്ല, അതിനകത്ത് അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള പല കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന പലരും പറഞ്ഞിട്ടുണ്ട്,
ഇത് വന്ന് ഹിന്ദു കൺസോൾട്ടേഷനിലോട്ട് വരും. ഹിന്ദു എന്ന് പറയുന്ന ഇതിനെ നിങ്ങൾ മുസ്ലിം വോട്ട് കിട്ടാനായിട്ട് ഹിന്ദു ടെറർ കൊണ്ടുവരുന്ന വിശ്വാസം ശരിയല്ല. ഇത് ഹിന്ദുക്കളെ ഒന്നിക്കുകയും ഹിന്ദു യൂണിറ്റി ഹിന്ദു BJP-ക്ക് അനുകൂലമായി വരികയും ചെയ്തു. അപ്പൊ അന്ന് പല BJP നേതാക്കളും പേടിച്ചൊക്കെ ഇരുന്നിരുന്ന കാലമാണ്. എല്ലാവരെയും പേടിക്കാര്യം ആരെ വേണമെങ്കിലും കേസിൽപ്പെടുത്താം. LK അദ്വാനിയുടെ വീട്ടിൽ അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന MK നാരായൺ പോയി കണ്ട് ചില ഡോക്യുമെന്റ്സ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില വാർത്തകൾ അത് അവരത് കൃത്യമായി അദ്വാനി അതിനുശേഷം കാര്യം ചില ഡോക്യുമെന്റ്സ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഹിന്ദു ടെററുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അത് കേണൽ പുരോഹിത്തിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കുരുതി കൊടുക്കുകയായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ സർക്കാർ. അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി അദ്ദേഹം പ്രതിയായിട്ടും അദ്ദേഹത്തെ മാറ്റാതിരിക്കുകയും ആർമി അതിൽ ഉറച്ചു നിന്നു. അയാൾ എന്താണോ അയാൾ ചെയ്തിട്ടുള്ളത്, ഇറ്റ് ഈസ് ഇന്റലിജൻസ് ഓഫീസർ എന്ന രീതിയിൽ അയാൾക്ക് ഡ്യൂട്ടി മാത്രമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും പ്രശ്നമുണ്ടാക്കിയിട്ടും ചിദംബരമൊക്കെ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ആർമി ഒന്നുപോലും ചെയ്യാതെ അദ്ദേഹത്തെ ബെയിൽ കിട്ടിയപ്പോൾ യൂണിഫോം ഇടിയിപ്പിച്ച് ഓഫീസിൽ കൊണ്ടിരുത്തി ആർമി എന്ന് അതിനകത്ത് നമ്മൾ AK ആന്റണിയെ അഭിനന്ദിക്കേണ്ടതാണ്. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു AK ആന്റണി. AK ആന്റണിക്ക് അറിയാം അദ്ദേഹം ഒരു പുസ്തകം എഴുതുമോ എന്ന് എനിക്കറിയില്ല. AK ആന്റണിക്ക് ഈ വിഷയം നന്നായിട്ട് അറിയാം. കാര്യം അന്നത്തെ ശ്രീകാന്ത് പുരോഹിതിനെ, കേണൽ പുരോഹിത്തിനെ ജയിലിലിട്ട ശേഷം ആർമിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ആർമി ചെയ്തില്ല? ആഭ്യന്തര പ്രതിരോധ മന്ത്രി അറിയാമായിരിക്കുമല്ലോ. ആന്റണി അതിനെതിരെ ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ഈ വിഷയത്തെക്കുറിച്ച്, അതായത് കേണൽ ശ്രീകാന്ത് പുരോഹിത് അറസ്റ്റിലായതിനു ശേഷം NIA അദ്ദേഹത്തെ കസ്റ്റഡിയിലൊക്കെ എടുക്കുന്നു. അതിനുശേഷം ഈ പത്രക്കാർ പലപ്പോഴും AK ആന്റണിയോട് ഈ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. ഒരു ഉത്തരവും പറയാതെ അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാനുള്ളതല്ല. ഇപ്പൊ എന്താണ് സത്യമെന്നൊക്കെ നമുക്കറിയാം. എല്ലാ സത്യങ്ങളൊന്നും അറിയാനുള്ള കാര്യമൊന്നുമില്ല. ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷേ ഇങ്ങനെ ഒരു പട്ടാളക്കാരനെ, ഒരു മുതിർന്ന സൈനിക ഓഫീസറെ ദ്രോഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ശ്രീകാന്ത് പുരോഹിത്തിന് ഈ ഹിന്ദു ടെറർ വാദം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഒരാളിനെ വേണം ഹോമിക്കണം. ഇതിനകത്ത് സാധ്വി പ്രജ്ഞയെ വലിച്ചഴിച്ചത് അവര് 15 വർഷം മുമ്പോ മറ്റോ അവരിൽ നിന്ന് അവരുടെ RX-100 മേടിച്ചാൽ ആ രണ്ടുപേരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവര് കൊല്ലപ്പെട്ടു. അതിനകത്ത് അന്നത്തെ മുസ്ലിമായ മുംബൈ ACP ഹേമന്ത് കർക്കറയ്ക്കെതിരെ പറഞ്ഞിരുന്നു, ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അവരുടെ ബോഡി 26/11 വിക്ടോറിയ ടെർമിനൽസിൽ ആ ബോഡിയുടെ കൊണ്ടിട്ടു. ഇപ്പോഴും അന്നത്തെ ബാക്കി 167 പേരുടെ ബോഡിയിൽ 165 പേരെ ഐഡന്റിഫൈ ചെയ്ത് 2 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആ 2 ഇവരാണെന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ സിവിൽ സർവീസിൽ നിന്ന് മാറ്റി. അദ്ദേഹവും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കോടതി അദ്ദേഹം ജയിച്ചു കേസ് ഈ സർക്കാരിനെതിരെ കേസ് നടത്തിയിട്ട്. പക്ഷെ അതൊന്നും വാർത്തയാകുന്നില്ലല്ലോ നമ്മുടെ നാട്ടിൽ. BJP ഗവൺമെന്റ് എന്താ ചെയ്തത്? അന്ന് ഹിന്ദു ടെററിന് വേണ്ടി കാണിച്ചിരുന്ന ഈ സാധ്വി പ്രജ്ഞയൊക്കെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥരെ മുഴുവൻ പ്രൊമോട്ട് ചെയ്തില്ലേ? അല്ല, അതെന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം അങ്ങ് പറഞ്ഞു, സത്യത്തിൽ ഈ കേസിൽ ഈ മുംബൈ ACP അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് വന്നിരിക്കുന്ന മീഡിയയിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അദ്ദേഹം ഹിന്ദു ടെററിലെ മാലേഗാവിലെ 2 അക്യൂസ്ഡ് ആയിട്ട് സുനിൽ കൽസാംഗ്ര, മറ്റേയാളുടെ പേര് മറന്നു, ഈ 2 പേര് മുംബൈ ATS പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ശവശരീരം ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്ന 26/11 റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്ത ഓഫീസർക്ക് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായപ്പം താനെ മുംബൈ പോലീസ് കമ്മീഷണറാക്കിയില്ലേ? അല്ല, അവിടെയാണ് ഒരു വിഷയം. ഈ BJP ഗവൺമെൻറ് വന്നിട്ടും ഇപ്പോൾ ഈ കേസിൽ ഈ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നു.
പക്ഷേ നമുക്ക് അങ്ങനൊരു ചൊല്ല് തന്നെയുണ്ട്, ഈ സത്യം ചെരുപ്പിടുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റി വന്നു എന്ന് നമ്മൾ തന്നെ എഴുതാറുണ്ട്. സത്യത്തിന് ശരശയ്യ മാത്രം. അതെ അതെ അതെ. പക്ഷേ എന്തുകൊണ്ട് ഈ വിധി വന്ന് വിജയിച്ചിട്ടും ഇത് ചർച്ചയാകുന്നില്ല? പിന്നെ അതുപോലെ BJP സർക്കാർ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വന്നിട്ടും ഈ കാര്യങ്ങളിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തി. കാരണം ഇതിനകത്ത് വേറൊന്നുമില്ല, വളരെ കൃത്യമായി കോടതിയിൽ ഇവർ ജയിച്ചു കഴിഞ്ഞു, സത്യം ജയിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതല്ലേ? അതെന്തുകൊണ്ട് BJP കറുത്ത കരങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫറും പ്രൊമോഷനും കൊടുക്കുകയും കറുത്ത കരം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്താൽ എന്താ ചെയ്യുക? മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന കൃപാശങ്കറും ദിഗ്വിജയ് സിംഗും പുസ്തകം ഇറക്കിയിട്ടുണ്ട്, RSS കി സാജിഷ് 26/11 RSSന്റെ കരങ്ങൾ എന്ന് പറഞ്ഞ്. എന്നിട്ട് അദ്ദേഹം 2020 കോൺഗ്രസ് വിട്ട് BJP എന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ ഇതിനകത്ത് കയറിക്കൂടുകയും അദ്ദേഹം 2024 ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ ജോൺപൂർ എന്ന സ്ഥലത്ത് ജനിച്ച് അവിടുന്ന് 10ാമത്തെ വയസ്സിൽ ബോംബെയിലെത്തിയ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ ആള് കൃപാശങ്കർ ജോൺപൂർ സീറ്റ് കൊടുത്തു, ജയിച്ച് അവിടുത്തെ സിറ്റിംഗ് MP മാറ്റിക്കൊണ്ട് സീറ്റ് കൊടുത്തു. പക്ഷെ എനിക്ക് അദ്ദേഹം ജയിച്ചില്ല ജനം, കാരണം ജനത്തിന് അവിടെ അതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ 38 സീറ്റ് കിട്ടിയത്. അല്ലാതെ വെറുതെ കിട്ടിയതല്ല. അമിത്ഷായാണ് ഇദ്ദേഹത്തിന് സീറ്റ് മേടിച്ചു കൊടുത്തത്. പ്രധാനമന്ത്രിയുടെ കൂടെ അദ്ദേഹം ഇരുന്ന് ചിരിക്കുന്ന ഫോട്ടോ ഇല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരാളിനെ പറ്റുന്നത്? മുംബൈ പോലീസ് കമ്മീഷണറായി ഇരുന്ന ആള്. അല്ല, തീർച്ചയായിട്ടും RVS മണിയുടെ പുസ്തകവും അദ്ദേഹത്തിൻ്റെ അഭിമുഖവും ചർച്ചയാകുമ്പോൾ അണിയറയിൽ നടന്നിരിക്കുന്ന ഇത്തരം നാടകങ്ങളും കൂടി ജനങ്ങൾ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങയുമായിട്ട് ഇങ്ങനൊരു ചർച്ച തന്നെ വെച്ചത്. ഇനി മറ്റൊരു കാര്യം, അപ്പം അങ്ങ് നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ കേസുകളുടെ കാര്യം കോടതിയിൽ. ഈ കേസുകളിൽ പ്രോസിക്യൂഷനിൽ ഇതുപോലെയുള്ള പ്രോസിക്യൂഷൻ്റെ മെല്ലെപ്പോക്ക്, പ്രോസിക്യൂഷൻ്റെ വീഴ്ച, ഈ പറഞ്ഞ പോലെ സമയത്തിന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്, ഈ രാഷ്ട്രീയത്തിൽ നടന്നിരിക്കുന്ന ഇതേ അണിയറ നാടകങ്ങൾ അവിടെയും സംഭവിച്ചിട്ടുണ്ടോ? ഉറപ്പല്ലേ. 2G കേസിൽ അപ്പീൽ തെളിവുകൾ വളരെ കൃത്യമായി ഇപ്പം അപ്പീൽ ട്രയൽ കോടതി വിധിയിൽ എന്താണ് സംഭവം, ഇതുപോലെ അത് ഒരു പെയ്ഡ് ജഡ്ജ്മെന്റ് ആണെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാവും ഒരു കാര്യമാണ്. ഇത്രയും കോടികളുടെ വലിയ കേസൊന്നും ഒരു പാവൻ ട്രയൽ ജഡ്ജിന്റെ തലയിൽ ഒതുങ്ങുന്നതല്ല. ഒരു സ്പെഷ്യൽ കോടതി അല്ല, ഒരു അത്രയും സർക്കാർ ശക്തമല്ലാത്തത് കൊണ്ടാണ് പോയത്. അന്ന് എന്തിനാണ് വിധി വരുന്നതിന് ഒരാഴ്ച മുമ്പ് നരേന്ദ്രമോദിക്ക് കരുണാനിധിയെ കാണാൻ പോകേണ്ട കാര്യം? ഈ കേസിലെ 2 അക്യൂസ്ഡ് കൂടെ നിൽക്കുകയല്ലേ, ദയാനിധിമാരനും ദയാലു അമ്മാൾ. ഈ ദയാലു അമ്മാൾ ഈ EDയുടെ കേസിൽ പ്രതിയാണ്, CBIയുടെ കേസിൽ പ്രതിയല്ല. അപ്പം എന്തിനു പോയി? മോദിയും കരുണാനിധിയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. എന്നിട്ട് മോദി എന്താ പറയുന്നത്, നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാം എന്നൊക്കെ. ഇതൊക്കെ ആർക്കാണ് ഈ മെസ്സേജ് പോകുന്നത്? അതിലോട്ട് ഞാൻ പോകുന്നില്ല. എന്നിട്ട് അപ്പീൽ 2018 കൊടുത്ത അപ്പീൽ 138 ഹിയറിംഗ് ആയി. ഇപ്പോഴും 9ാമത്തെയോ 10ാമത്തെയോ ജഡ്ജിയായി. ഇപ്പം പുതിയ ജഡ്ജിയിലോട്ട് പോയി. അല്ല, ഇത് തന്നെയാണ് SNC ലാവ്ലിൻ കേസിലും കേരളത്തിൽ സംഭവിച്ചതും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ അത് ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണല്ലോ. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ആ കാര്യത്തിൽ, ഇരിക്കട്ടെ. അപ്പോൾ RVS മണിയുടെ ഇപ്പോഴത്തെ ഈ വിസ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ എന്തെങ്കിലും രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുമോ ഇന്ത്യയിൽ, കേരളത്തിൽ? അല്ല, ഈ വെളിപ്പെടുത്തലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുകയും ഇപ്പോഴുള്ള പുതിയ ഇൻ്റർവ്യൂ വരുന്ന ആളുകൾ കാണട്ടെ. ഇപ്പം പഴയതുപോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഹിന്ദു ടെറർ എ മിത്ത്, ആ പുസ്തകം പലരും പബ്ലിഷ് ചെയ്യാത്ത കാലഘട്ടത്തിൽ എനിക്ക് പരിചയമുള്ള പബ്ലിഷർ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. ആ പുസ്തകം അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള, പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഗോപികൃഷ്ണനാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ പുസ്തകം വന്നു. നല്ല പുസ്തകമാണ്, ആളുകൾ വായിക്കേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ അത് ഒന്നുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത് ആളുകൾ മനസ്സിലാക്കുക. രാഷ്ട്രീയം അതിൻ്റെ കൂടെ ഇങ്ങനെ പോട്ടെ. പക്ഷേ ഇത് നമ്മുടെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടം തോന്നുന്നത്. ഇവിടെ എല്ലാം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പല നാടകങ്ങളും ഉണ്ടാകുമായിരിക്കാം.
നമുക്കറിയില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. രാഷ്ട്രീയക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമോ വിരോധമോ ഒന്നുമില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. പക്ഷേ ഇത് നമ്മുടെ ദേശസുരക്ഷ. അവിടെ രാഷ്ട്രീയക്കാരനും ഡോക്ടറും എഞ്ചിനീയറും പത്രക്കാരനും പോലീസുകാരനും പട്ടാളക്കാരനും എല്ലാം ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതല്ലേ ദേശസുരക്ഷയിൽ? ദേശസുരക്ഷയെ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് ചെല്ലുന്നു എന്നുള്ളതാണ് അതിലേറ്റവും അപകടം. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ പ്രതി ചേർക്കപ്പെട്ടത് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അല്ല, അതിനകത്ത് ആർമി എടുത്തിട്ടുള്ള സ്റ്റാൻഡ്, അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആഭ്യന്തരമന്ത്രിയും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ഇറങ്ങി തിരിച്ചിട്ടും ഇന്ത്യയുടെ പട്ടാളം എടുത്തിട്ടുള്ള സ്റ്റാൻഡ്, സാധാരണഗതിയിൽ അദ്ദേഹത്തെ ആ നിമിഷം പട്ടാളത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് പ്രൊമോഷൻ കൊടുത്തു, പദവി കൂട്ടിക്കൊടുത്തു, അദ്ദേഹത്തെ സർവീസിൽ തുടർന്നുകൊണ്ട് ജയിലിൽ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ശമ്പളവും കൊടുത്തു. അദ്ദേഹം ബെയിലിൽ ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ ആർമി ഫുൾ യൂണിഫോമിൽ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഓഫീസിൽ കൊണ്ടിരുത്തുകയും ചെയ്തു. അപ്പം ചിലരൊക്കെ നമ്മൾ എല്ലാ എന്താ പറയുക പ്രതിക്രിയയും ക്രിയയും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുക എന്നുള്ളേ ഉള്ളൂ. ചിലർ അന്നത്തെ കാലത്ത് ഒരു കോൺഗ്രസ് പാർട്ടിയിൽ ചിലർക്ക് വോട്ട് ബാങ്കിന് വേണ്ടി കാണിച്ചത് റിവേഴ്സായി നമ്മൾ കണ്ടു. ഇപ്പം എന്ത് കാണിച്ചതിൻ്റെ എങ്ങനെ തിരിച്ചടിച്ചു കണ്ടു. അതിൽ ആക്ഷൻ ഭരണത്തിലെത്തിയ BJP ഇപ്പം എന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അതിൽ പെട്ട ഉദ്യോഗസ്ഥന് ഏറ്റവും കൂടുതൽ റാങ്ക് കൊടുക്കുകയും അതും സാധ്വി പ്രഗ്യയെ ബെൽറ്റിട്ട് പീഡിപ്പിച്ച ഉദ്യോഗസ്ഥന് പ്രൊമോഷനും കൊടുത്ത് മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറാക്കി. ആദ്യം താനെ സിറ്റി പോലീസ് കമ്മീഷണറാക്കി, എന്നിട്ട് അദ്ദേഹം സർവീസിൽ നിന്ന് പിന്നീട് പുറത്തുപോയി. അത് കഴിഞ്ഞ് മുംബൈ റീജിയണൽ പുസ്തകം RSS ആണ് 2026/11 ബ്ലാസ്റ്റിന് അയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നതും നമ്മൾ കണ്ടു. പക്ഷെ ജനം വിജയിപ്പിച്ചില്ലല്ലോ. ജനത്തിനും സാധാരണക്കാർ വോട്ടർമാർക്കും ഒക്കെ ഈ കാര്യങ്ങൾ നെല്ലും കല്ലും തമ്മിൽ വ്യത്യാസപ്പെടുത്തി കാണാൻ കഴിയും. അല്ല, ചില കാര്യങ്ങൾ ചിലപ്പോൾ ജനവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് ഇലക്ഷൻ വിജയങ്ങൾ ഉണ്ടാവുന്നു, ചിലർക്ക് ഇലക്ഷൻ പരാജയം ഉണ്ടാവുന്നു. പക്ഷെ പിന്നീട് റെക്ടിഫിക്കേഷൻ വരും. ചിലരുടെ രാഷ്ട്രീയത്തെ അത് ബാധിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ സംഭവാമി യുഗേ യുഗേ. എന്തായാലും ഈ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞതുപോലെ RVS മണി അദ്ദേഹത്തിൻ്റെ പുസ്തകവും ഇപ്പോഴത്തെ വെളിപ്പെടുത്തലും അത് കൂടുതൽ ഇതിൻ്റെ സത്യം ചകഞ്ഞു പോയി യഥാർത്ഥ കുറ്റവാളികളിലേക്ക് ചെന്നെത്താനും നിരപരാധികളെ തിരിച്ചറിയാനും അവരെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ആദരിക്കാനും അവരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം അത് തിരികെ പിടിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കരുത്തുണ്ടാകട്ടെ. നമുക്കിപ്പോൾ അങ്ങനെ നമ്മൾ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിലാണ് ഇതെല്ലാം വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് നാളെ BJPക്കെതിരെ സംസാരിച്ചു, കോൺഗ്രസിനെതിരെ സംസാരിച്ചു, ഇപ്പോൾ വലിയ എതിര് വരും, നമുക്കെതിരെ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരും. പിന്നെ മുസ്ലിം ഭീകരതയുടെ ചട്ടുകമായി കമ്മ്യൂണിസ്റ്റ് വാഴ്ത്തലുകളാണ് നടന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും. ഞാനതിനെ ഒന്നും ഭയക്കുന്നില്ല. നമ്മുടെ ജോലി സത്യം വിളിച്ചു പറയുക എന്നുള്ളതാണ്. ആ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇവിടെ അതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് പ്രതിബദ്ധതയോ അവരുടെ ആശയത്തെ പ്രചരിപ്പിക്കാനോ ഒന്നുമല്ല. ഇന്ത്യ മഹാരാജ്യം, ഭാരതം എന്ന് പറയുന്ന ആ മഹത്തായ പൈതൃകം, അതിൻ്റെ എല്ലാ മനോഹാരിതയും എല്ലാ കരുത്തും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ആഴങ്ങളിൽ ചെല്ലാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഇപ്പോൾ ഒരു അവിചാരിതമായ സന്ദർശനമാണെങ്കിലും ഇത് വലിയൊരു അസുലഭ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം, ഒരു മികച്ച ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റുമായിട്ട് ഇങ്ങനൊരു കാര്യം സംസാരിക്കാൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം.